സാർ എൻ്റെ ചോദ്യം വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതായിരുന്നു KAS. പക്ഷേ KAS ഞാൻ ഇപ്പോൾ PG കഴിഞ്ഞാണ് ഇവിടെ വന്നത്. ഞാൻ ഡിഗ്രി ആദ്യ വർഷം പഠിക്കുമ്പോൾ മാത്രം, അതായത് 2019 മാത്രമാണ് KAS ഒരു തവണ വിളിച്ചത്. പല സംസ്ഥാനത്തും വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നൊരു സംഭവമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളുടെ സംസ്ഥാനത്ത് KAS പരാജയപ്പെട്ടു പോയത്? ഇനി എന്ത് റീഫോമാണ് അതിന് കൊണ്ടുവരാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്? അല്ല, KASൽ ഒരുപാട് പരിഷ്കരണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലത് തുടങ്ങിയുള്ളൂ. ഒരു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് മാത്രമേ നടന്നുള്ളൂ അല്ലേ? 2019 അല്ലേ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് നടന്നത്. അടുത്ത ഡയറക്ടർ റിക്രൂട്ട്മെന്റിന്റെ സമയം സത്യത്തിൽ അതിക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് പറയാം, സെക്രട്ടേറിയറ്റിൽ ക്ലർക്ക്, സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ സെക്രട്ടറി വരെയുള്ള ഗ്രേഡിൻ്റെ ഇപ്പുറത്തുള്ള അഡീഷണൽ സെക്രട്ടറി വരെ ഈ നോൺ IASകാർക്ക് വരാവുന്ന സംഭവമാണ്. അപ്പോൾ ഈ KASകാർ വരുമ്പോൾ നാച്ചുറലായിട്ട് കുറേ വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലാത്തവർക്കുള്ള പ്രൊമോഷൻ സാധ്യതകൾ കുറഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രഷറും കുറേ കാര്യങ്ങളും ആകാം KAS കൊണ്ടുവന്നിട്ടും അത് ഫുൾ സ്വിങ്ങിൽ നടപ്പാക്കാൻ പറ്റാത്തൊരു പ്രശ്നം. അതിൻ്റെ പ്രായോഗികമായ വിഷയങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. നിങ്ങൾ KAS നോക്കരുത്, IAS തന്നെ നോക്കണം. അങ്ങനെ നോക്കരുത്. നമ്മുടെ നല്ല അംബീഷ്യസ് ആയിരിക്കണം. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങരുത്. ആ അംബീഷൻ യാഥാർത്ഥ്യമാകാനുള്ള കഠിനാധ്വാനം വേണം. ഒരിക്കലും KAS ലക്ഷ്യം വെച്ചുകൊണ്ട് വർക്ക് ചെയ്ത് KAS മോശമായിട്ടല്ല. KAS നാളെ കിട്ടിയാലും നല്ല കാര്യമാണ്. KAS ആകരുത് ലക്ഷ്യം സിവിൽ സർവീസ് തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണെങ്കിൽ സിവിൽ സർവീസ് തന്നെ ലക്ഷ്യമാക്കി പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു വർഷം നന്നായി പഠിച്ച് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്ത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഇവിടെ നല്ല ഉഗ്രൻ ഫാക്കൽറ്റിയൊക്കെയുള്ള സ്ഥലമാണ്. അവരുടെ ഗൈഡൻസോ അവരുടെ മെൻറ്റർഷിപ്പൊക്കെ വെച്ച് പോയാൽ ഉറപ്പായി നിങ്ങൾക്ക് മേടിക്കാം. ധൈര്യമായിട്ട് മേടിക്കാം. അതിലങ്ങ് പോകണം. മേടിക്കണമെന്ന് വെച്ച് പോകണം.